25 സിനോണിംസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അതിന്റെ സിനോണിം വരുന്നത് ഹ്യൂമനിസ്റ്റ്, ആൾട്രൂയിസ്റ്റ്, ഇത് രണ്ടാണ്. ചാരിറ്റിക്കും ആവശ്യക്കാർക്കും ഒക്കെ പൈസ കൊടുക്കുന്ന ആളെയാണ്, സഹായിക്കുന്ന ആളെയാണ് ഹ്യൂമനിസ്റ്റ് അഥവാ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ആന്ത്രോ എന്ന് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നോക്കാം. അപ്പോൾ ഹ്യൂമൻ മനുഷ്യനാണ്. ആൾത്തറയിലിരിക്കുന്ന ആൾക്ക് വരെ പൈസയും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ആൾത്തറയിലൊക്കെ ചിലപ്പം സഹായത്തിനായിട്ട് ആൾക്കാർക്ക് ഇരിക്കത്തില്ല, അമ്പലത്തിലേക്ക് പോകുന്ന വഴി, അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ എപ്പോഴും സഹായം കൊടുക്കുന്ന ആളാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൾട്രൂയിസ്റ്റിൻ്റെ ആൾത്തറയുമായി. അടുത്ത വേർഡ് ഒപ്റ്റിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റിൻ്റെ സിനോണിം എന്ന് പറയുന്നത് ഐഡിയലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒപ്റ്റിമിസ്റ്റിൻ്റെ മാത്രം എടുക്കുക, ഐഡിയലിസ്റ്റിൻ്റെ IDA ഒപ്പിടുക എന്നുള്ള രീതിക്ക്, ഒപ്പ് ഇടുക എന്നുള്ള രീതിക്ക് എടുക്കുക. ഒപ്റ്റിമിസ്റ്റിന് മീനിങ് വരുന്നത് ശുഭാപ്തി വിശ്വാസമാണ്. അപ്പം നമ്മൾ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒപ്പിടണം, ഒരു വിശ്വാസത്തോടു കൂടി ഒപ്പിടണം എന്നോർത്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റ്, ഐഡിയലിസ്റ്റ്, ഒപ്പിടുക. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫ്ലാംബോയൻറ്റ്. എങ്ങനെയാണ് വായിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫ്ലാംബോയൻറ്റ്. എക്സ്ട്രാ വാഗൻ എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബോയ് എന്നൊരു വേർഡ് എടുക്കുക, ബോയ്, പിന്നെ എക്സ്ട്രാ. ഈ ഫ്ലാമിന് പകരം ഫ്ലൈ ആക്കുക, ബോയ് ആൻഡ്. ഓക്കെ, അപ്പം ബോയ് ആൻഡ്, ഒരു ബോയും ഒരു ഗേളും കൂടെ എക്സ്ട്രാ എവിടെ പോകാൻ തുടങ്ങാണ്. അപ്പോൾ എക്സ്ട്രാ എന്തൊക്കെയോ പറക്കാൻ പോകണം. ഓക്കെ, അല്ല അങ്ങനെ ഓർക്കണ്ട, ഈ എല്ലിന് പകരം ഇത് ഐ ആണ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഐ ആം ബോയ് ആൻഡ് ഐ ഹാവ് എക്സ്ട്രാ സംതിങ് എന്ന് നോക്കാം. ഞാൻ ബോയ് ആയതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ എന്തുമാകാം എന്നുള്ള രീതിക്ക് ഓർത്ത് കഴിഞ്ഞാൽ ഫ്ലാം ബോയ് ആൻഡ് എക്സ്ട്രാ വാഗൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്ലാം ബോയ് എന്നുള്ളത് ഐ ആം ബോയ് ആൻഡ് എക്സ്ട്രാ, ഞാൻ ബോയ് ആയതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിക്ക് ഓർത്തുക്കാം. അടുത്ത വേർഡാണ് കൊണോസ്. ഡിസേണിങ് ജഡ്ജ് എന്നാണ് അതിൻ്റെ സിനോണിം. അപ്പം ഇവിടെ നോക്കുന്നത് നോയ്സ് എന്നുള്ള രീതിക്ക്, NOISE ആണ് നോയ്സ്. ഒരു നോയ്സും ഇല്ല. അതിൻ്റെ കൊണോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നാണ്. ഡിസേണിങ് ജഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജഡ്ജ് ചെയ്യുക, നല്ലത് ചീത്തയൊക്കെ നല്ലതായിട്ട് വിലയിരുത്തുക. അപ്പോൾ കൊനോസിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോയ്സും ഇല്ലാതിരിക്കുമ്പോഴാണ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പുറത്തുനിന്ന് വേറെ ബഹളോ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊനോസർ, ഡിസേണിങ് ജഡ്ജ്. അടുത്ത വീട് ഇൻവിൻസിബിൾ, അൺബീറ്റബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അൺബീറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽപ്പിക്കാനാവാത്ത, നമ്മൾ സ്പോർട്സിനൊക്കെ കണ്ടിട്ടുണ്ട്, അവർ തോൽപ്പിച്ചു ബീറ്റ് എന്നൊക്കെ പറയും. ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ തോൽപ്പിക്കുക എന്നൊരു അർത്ഥമുണ്ട്. ബീറ്റ് എടുക്കുന്നത്, ബീറ്റ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് അടിച്ച് ഇൻവിസിബിൾ ആക്കി കളഞ്ഞു ഓർത്താൽ. ഇവിടെ ഇൻവിസിബിൾ ആണ്, പക്ഷേ ഇൻവിസിബിൾ ആക്കി കളഞ്ഞു, അടിച്ച് ഇൻവിസിബിൾ ആക്കി കളഞ്ഞു എന്ന് ഓർത്ത് വെക്കുക. പക്ഷേ ഇത് അൺബീറ്റബിൾ ആണെന്ന് മറക്കരുത്. അടുത്ത വേർഡ് ബോയിസ്റ്ററസ് ആണ്. അതിൻ്റെ സിനോണിം വരുന്നത് ക്ലാമറസ് ആണ്. അപ്പോൾ ബോയിസ്റ്ററസിനെ നമുക്ക്, ബോയിസ്റ്ററസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം, ബഹളം ഉണ്ടാക്കും. ബോയിസ്റ്ററസിൻ്റെ അപ്പം ഇതിൽ നമുക്ക് ബോയ്സ്, ടെറസിൽ കുറച്ച് ബോയ്സ് ഉണ്ട്. ബോയ്സ് ടെറസിൽ നിന്ന് ഭയങ്കര കളിയും അർമാദം ഒക്കെയാണ്, അതിൻ്റെ ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ബോയ്സ് ടെറസിൽ നിന്ന് കളിക്കുന്നതിൻ്റെ, അവർ അർമാദിക്കുന്നതിൻ്റെ ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. ഭയങ്കര സൗണ്ട്. ബോയിസ്റ്ററസ്, ക്ലാമറസ്. അടുത്തത് അൺബീറ്റബിൾ, തോൽപ്പിക്കാനാകാത്തത്. അത് കഴിഞ്ഞതാണ്. അടുത്ത വാഗബോണ്ട്, ട്രാമ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് ഓർക്കാം. ട്രാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചകൻ, നാടോടി, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ട്രാമ്പ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, വാഗ ബോർഡറിൽ ഒരു യാചകനെ ട്രാപ്പ് ചെയ്തു എന്ന് നോക്കാം. വാഗ ബോർഡറിൽ ഒരു യാചകനെ ട്രാപ്പ് ചെയ്തു. അടുത്ത വേർഡ് സ്ക്രൂട്ടനൈസ് ആണ്. അതിൻ്റെ സിനോണിം വരുന്നത് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പം ഇത് ഓർത്തിരിക്കാൻ, ഒരു സ്ക്രൂ ടിന്നിയിട്ട് വെച്ചതാണ്. ടിന്നിയിട്ട് വെച്ച ഒരു സ്ക്രൂ കാണാതെ പോയി. അപ്പം അതിനെ അന്വേഷിക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് തന്നെ, ആവശ്യമുള്ളതായതുകൊണ്ടും അതിനെ അന്വേഷിക്കണം. സ്ക്രൂ ടിന്നിലിട്ട് വെച്ചത് കാണാതെ പോയി, അപ്പം അതിനെ അന്വേഷിക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അടുത്ത വേർഡാണ് സെറപ്റ്റീഷ്യസ്. അതിൻ്റെ സിനോണിം വരുന്നത് കവേർട്ട് എന്നാണ്. സെറപ്റ്റീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപട്യം നിറഞ്ഞ, ഗൂഢമായ എന്നൊക്കെയാണ്. കവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യമായ. അപ്പോൾ ഇതിനെ ഓർത്തിരിക്കാൻ നമുക്ക് സെറപ്റ്റീസിന് പകരം കറപ്ഷൻ എന്ന് നോക്കാം. കറപ്ഷൻ ചെയ്ത് ഒരാളുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അതെന്താ ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ കറപ്ഷൻ ചെയ്ത് പൈസ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഗൂഢമായ നീക്കങ്ങളായിരിക്കും ചെയ്യുക. അതിനെ രഹസ്യമാക്കി വെക്കും, കവർ ചെയ്ത് വെക്കും അതെല്ലാം. അല്ലെങ്കിൽ കറപ്ഷൻ ചെയ്ത് കിട്ടിയ പൈസ കവർ ചെയ്ത് വെച്ചു, രഹസ്യമാക്കി വെച്ചു. അങ്ങനെ ഓർത്തിരിക്കുക, സെറപ്റ്റീഷ്യസ്, കവേർട്ട്. അടുത്ത വേർഡ് വിംപർ ആണ്. അതിൻ്റെ സിനോണിം വരുന്നത് വീപ്പാണ്. വിംപർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിണങ്ങി കരയുക, വീപ്പ് കണ്ണീരൊഴിപ്പിക്കുക. അപ്പം വിംപറിന് പകരം അത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് വീർപ്പിച്ച്, ഒരു കുട്ടി ഇങ്ങനെ കരയാനായിട്ട്
അപ്പോൾ ഒരു കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം ആ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി വരും, വീർപ്പിച്ച് കെട്ടി കരയാനായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് വിതുമ്പി കരച്ചിലാണ്. അങ്ങനെ ഓർത്താൽ മതി. വീപ്പ് എന്ന് പറയുമ്പോൾ വിതുമ്പി വീർപ്പിച്ച് കിട്ടുക, ബിംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതുമ്പി കരയാൻ നിൽക്കുക, ശരിക്കും ചുരുങ്ങി കരയുക, കണ്ണീരൊലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത വേർഡ് ബോയൻറ്റ് എന്നാണ്. അതിൻ്റെ സിനോണിം വരുന്നത് സാങ്ക്വിൻ. അപ്പം ബോയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹപൂർവ്വം ആണ്. സാങ്ക്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സാഹപൂർവ്വം. ബോയൻറ്റിന് വേറെ ഒരർത്ഥം കൂടി ഉണ്ട്, പൊങ്ങിക്കിടക്കുന്ന എന്നുകൂടി ഉണ്ട്. അപ്പം ഇതിൽ ഓർക്കാൻ വേണ്ടിയിട്ട് BU കളഞ്ഞു കഴിഞ്ഞാൽ ബോയ്, ഇവിടെ സാങ്, ഇവിടെ ഒരു സാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടി. അപ്പോൾ ഒരു ഗാനമേളയ്ക്ക് ഒരു ആൺകുട്ടിയുടെ പാട്ടാണ്, ഭയങ്കര ഉത്സാഹത്തോടെ ഒരു അടിപൊളി പാട്ടാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് ഭയങ്കര എനർജിയോടെയായി ഭയങ്കര ഉത്സാഹത്തോടെ പാടിയതുകൊണ്ട് തന്നെ ആ ഗാനമേളയിൽ ഫുള്ളായിട്ട് ആ പാട്ടാണ് പൊങ്ങി നിന്നത്. ഓക്കെ, അങ്ങനെ ഓർത്തേക്കാം. അടുത്ത വേർഡ് പ്രുഡൻ്റ് ആണ്. പ്രുഡൻറ്റിൻ്റെ സിനോണിം വരുന്നത് കോഷ്യസ് ആണ്. പ്രുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുതലോടെ പ്രവർത്തിക്കുക. കോഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന എന്നാണ് പ്രുഡൻറ്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പ്രുഡൻറ്റിന് വരെ സ്റ്റുഡൻറ്റ് എന്ന് നോക്കാം. സ്റ്റുഡൻസ് അതിൻ്റെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഓർക്കുക, അല്ലെങ്കിൽ പ്രൂഡ് സ്റ്റുഡൻസ്, അങ്ങനെ സ്റ്റുഡൻസ് ജാഗ്രതയോടെ ചെയ്യുക, അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തതാണ് അഡപ്റ്റ്. അഡപ്റ്റിൻ്റെ സിനോണിം വരുന്നത് സ്കിൽഡ് ആണ്. അഡപ്റ്റിൻ്റെ അർത്ഥം സമർത്ഥന, കഴിവുള്ള. അപ്പം ഇതിന് അഡപ്റ്റിന് നമുക്ക് അടപ്പ് വരെ എടുക്കാം. അടപ്പ്, ചില ജാമ്, ചില അച്ചാറിൻ്റെയൊക്കെ ഭരണിയുടെ അടപ്പ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതിനൊരു നാക്ക് വേണം. അപ്പോൾ അതിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുറക്കും. അപ്പോൾ അതിനൊരു സ്കില്ല് വേണം, അടപ്പ് തുറക്കാൻ ഒരു സ്കില്ല് വേണം, അങ്ങനെ ഓർത്തിരിക്കുക. അഡപ്റ്റ്, സ്കിൽഡ്. അടുത്ത അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് എന്നാണ്. അത് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ, അതിനോട് അഡാപ്റ്റിനെ ഓർത്തിരിക്കാൻ. ഇപ്പോൾ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ ഇതിന് പാകമാകുന്നില്ല, അപ്പോൾ വേറെ ഒരു കേടായി പോകുന്നതായി ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു അഡാപ്റ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അഡാപ്റ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത് പെൻസീവ് ആണ്. പെൻസീവിൻ്റെ സിനോണിം വരുന്നത് റിഫ്ലക്റ്റീവ് ആണ്. പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖത്തിൽ ആയിരിക്കുക. റിഫ്ലക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഫുൾ ടൈം ഇങ്ങനെ ആലോചനയിലായിരിക്കാം. അപ്പോൾ പെൻസീവിന് വരെ നമുക്ക് കൺസീവ് എന്ന് നോക്കാം. കൺസീവ് ആയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം ഫാമിലി, ഹസ്ബൻഡും വൈഫും ഒക്കെ ദുഃഖത്തിലാണ്ടിരിക്കുകയായിരിക്കും. അപ്പം രണ്ടുപേരുടെ മുഖം നോക്കിയാലും ഒരുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ദുഃഖത്തിലാണ്ടിരിക്കാനാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പെൻസീവ്, റിഫ്ലക്റ്റീവ്. അടുത്ത വേർഡാണ് അഡ്മയർ. അഡ്മയറിൻ്റെ സിനോണിം വരുന്നത് അപ്രിഷിയേറ്റ്, അഭിനന്ദിക്കുക. അഡ്മയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശംസിക്കുക. അപ്പം അത് ഓർത്തിരിക്കുക. മേയറിൻ്റെ കയ്യിൽ നിന്ന്, മേയർ നോക്കുക, മേയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എന്ന് ഓർത്തിരിക്കുക, അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത് കർട്ടെയിൽ. കർട്ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിം വരുന്നത് ഷോർട്ടൻ എന്നാണ്, കുറയ്ക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കാൻ. എൻ്റെ മുടീൻ്റെ അറ്റം വാല് പോലെ കിടന്നതാണ്. വാല് പോലെ കിടന്ന ഭാഗം കട്ട് ചെയ്തു. കട്ടിൻ്റെ ആറ് മാറ്റിക്കഴിഞ്ഞാൽ കട്ട്. അപ്പം കർട്ടെയിലിൻ്റെ ടെയിൽ, വാല് പോലത്തെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മുടി കുറഞ്ഞു പോയി, ഷോർട്ടനായി പോയി. ഓക്കെ. അടുത്തത് വിനീറബിൾ. വിനീറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റബിൾ, എസ്റ്റീംഡ്, രണ്ടും സിനോണിമാണ്. വിനീറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധ്യനായ എന്നാണ് അർത്ഥം. വിനീറബിൾ, ആരാധന, റെസ്പെക്റ്റ്, ബഹുമാനമൊക്കെ ഉള്ള. അങ്ങനെയാണ്. ഇതിപ്പോൾ ഓർത്തിരിക്കാൻ എന്തൊന്നും കിട്ടിയില്ല തൽക്കാലത്തേക്ക്. നേര എന്നുള്ളത് നമുക്ക് നേര് സിനിമ ഓർത്ത് കഴിഞ്ഞാൽ, ആ നേര് സിനിമ കഴിഞ്ഞപ്പോൾ അതിലെ നായികയോടൊരു ആരാധനയൊക്കെ തോന്നി, അങ്ങനെ ഓർത്ത് ഇരിക്കാം. പിന്നെ അതിലെ ആ ചെറുക്കൻ വന്ന വണ്ടി, ആ ചെറുക്കൻ്റെ കാറിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് നേര് സിനിമയിൽ. അത് എസ്റ്റീം വണ്ടിയായിരുന്നു, വേറെ വണ്ടിയായിരുന്നു. എസ്റ്റീമിലാണ് അവൻ പോയത് എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഓർക്കാം, നേര് സിനിമ. അടുത്തത് പെർറ്റർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊറി എന്നാണ് അർത്ഥം. സിനോണിം താറുമാറാകുക, താറുമാറാകുക എന്നൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ടർബ് എടുക്കാം. ടർബിൻ്റെ ടർബുലേഷൻ എന്നൊക്കെ പറയില്ല. ഈ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഈ ടർബുലേഷന് സാധ്യതയുണ്ട്, അപ്പോൾ വണ്ടി വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പൈലറ്റ് അനൗൺസ് ചെയ്തു ടർബുലേഷൻ. അപ്പോൾ പേടിക്കണ്ട, ഇളകാനും ഒക്കെ സാധ്യതയുണ്ട്, വിമാനം തകരമൊന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ, പേടി. അടുത്തത് പെർജറി, ഫാൾസ്ഹുഡ് എന്നാണ് സിനോണിം. പെർജറിന് മീനിങ് വരുന്നത് കള്ളസത്യം, ഫാൾസ്ഹുഡ്, കള്ളം എന്നാണ് മീനിങ്. ഒരു ജൂറി എന്ന് പറയുന്നത് ഒരിക്കലും കള്ളം ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. പക്ഷേ എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ കള്ളം ചെയ്യാൻ പാടില്ല എന്നാണോ? ഇവിടെ പെർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളസത്യം എന്നാണ്. അപ്പം അവിടെ സത്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുതും കള്ളം ചെയ്യാൻ പാടില്ല എന്ന് ആലോചിക്കും. അപ്പം തൽക്കാലത്തേക്ക് ഓർത്തിരിക്കാൻ, കള്ളസത്യം ചെയ്തിട്ടാണ് കള്ളത്തിൽ ചിലരൊക്കെ ഈ കള്ളസാക്ഷി പറയാനൊക്കെ വരുന്നവർ അവിടെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറയുന്നത് കള്ളമായിരിക്കും ബോധിപ്പിക്കുന്നത്. അപ്പം കള്ളസത്യം ഇടുന്നു, അത് തെറ്റാണ് എന്നർത്ഥം, ഫാൾസാണ്. കള്ളസത്യം ചെയ്യുന്നത് തെറ്റാണ്, ഫാൾസാണ്. അടുത്ത വേർഡ് ഫൂഡ് എന്നാണോ എന്നറിയത്തില്ല. സ്ട്രൈഫ് എന്നാണ് അതിൻ്റെ സിനോണിം. ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്വേഷം എന്നാണ്. സ്ട്രൈഫ്
എന്ന് വെച്ചാൽ പിണക്കം. അപ്പോൾ ഇവിടെ സ്ട്രൈഫിന് പകരം വൈഫ് നോക്കാം. വൈഫിൻ്റെ അടുത്ത് ഫ്രോഡ് കാണിക്കുവാണെങ്കിൽ, വിദ്വേഷം എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ വൈഫ് പിണങ്ങും. ഫ്രോഡ് വിദ്വേഷമാണ് നോക്കണം. സ്ട്രൈഫ് പിണങ്ങുക. അടുത്ത ഫെസിലിറ്റേറ്റ്, എനേബിൾഡ്. നമ്മളൊരു എന്തെങ്കിലും ബുക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ, റൂമൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അത് എന്താ വൈഫൈ ഉണ്ടോ, പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് അതിനകത്ത് ടിക്ക് ഇട്ട് കൊടുക്കും, എന്തൊക്കെ വേണമെന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കും. അപ്പം ഫെസിലിറ്റേറ്റിൻ്റെ സിനണിമാണ് എനേബിൾ. സുഖകരമാക്കുക എന്നാണ് ഫെസിലിറ്റേറ്റിൻ്റെ അർത്ഥം. എനേബിൾ ചെയ്യുക, പ്രാപ്തനാക്കുക, അങ്ങനെയാണ് മീനിങ്. അടുത്ത വേർഡ് റിപ്പൾസീവ്. റിപ്പൾസീവിൻ്റെ സിനണി വരുന്ന ഡിസ്ഗസ്റ്റിംഗ് ആണ്. റിപ്പൾസീവിൻ്റെ അർത്ഥം അറപ്പുളവാക്കുക എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം. ഡിസ്ഗസ്റ്റിങ്ങിൻ്റെ ഗസ്റ്റ് എടുക്കുക. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഡിസ്കസ് ചെയ്യും, ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മൊത്തം എൻ്റെ കാര്യങ്ങളാണ്, എനിക്ക് ജോലിയില്ല, എന്തുകൊണ്ടാണ് പഠിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പൾസ് കൂടി, അറപ്പുളവാക്കുക. എനിക്ക് പിന്നെ അവരെ കാണുകയേ വേണ്ട, അവർ വന്നവർ കാണുകയേ വേണ്ട, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു, പല അറപ്പാണ് കേട്ടോ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫ്രജൈലാണ്. ഫ്രജൈലിൻ്റെ സിനോണിം ബ്രിട്ടിലാണ്. ഫ്രജൈൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം പൊട്ടുന്ന എന്നാണ് അർത്ഥം. തകരുന്ന. അപ്പോൾ ഫ്രജൈൽ ഓർത്തിരിക്കാം. ഫ്രിഡ്ജിലെ ബോട്ടിൽ, ഫ്രിഡ്ജിൽ ചില്ലിൻ്റെ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടരുത്. ഫ്രജൈൽ, ബ്രിട്ടിൽ. അടുത്ത വേർഡ് ഹെസിറ്റേറ്റ് ആണ്. അതിൻ്റെ സിനോണിം വരുന്നത് ഫാൾട്ടർ. ഓക്കെ, അപ്പോൾ ഹെസിറ്റേറ്റിനെ ഞാൻ ഇങ്ങനെയാക്കുന്നത് ഹി സിറ്റ് എയ്റ്റ്. ഇനി ഫാൾട്ടറിൻ്റെ എല്ല് കളയുന്നു. അപ്പം ഫാറ്റായില്ലേ, എന്തെങ്കിലും തോന്നില്ല. അവന് ഇരുന്ന് തിന്നാൻ മടിയാണ്, കാരണം അവന് തടിയുള്ളതുകൊണ്ട് ഇരുന്ന് തിന്നാൻ മടിയാണ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇരുന്ന് കഴിക്കാൻ, കാരണം തടിയുള്ളതുകൊണ്ട്. ഹെസിറ്റേറ്റ്, ഫാൾട്ടർ. അടുത്ത വേർഡ് പ്രിസംഷ്യസ്, അരഗന്റ്. പ്രിസംഷ്യസിൻ്റെ അർത്ഥം വരുന്നത് അഹങ്കാരം കാണിക്കുക എന്നാണ്. അപ്പോൾ സിനോണിം അരഗന്റ് ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ, പ്രിസംഷ്യസ് അരഗന്റ് ആണ് സിനോണിം ഓർത്തിരിക്കാൻ. അരഗന്റ് ആര് വിളിച്ചാലും സംശയമാണ്. ഇതിങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയുന്നത്. പ്രിസംഷ്യസ്, അരഗന്റ്, ആര് വിളിച്ചാലും സംശയമാണ്, അർത്ഥം അഹങ്കാരം കാണിക്കുക. അടുത്തത് കജോൾ. പെർസ്വേഡ്, എൻറ്റൈസ് എന്നും മീനിങ് ഉണ്ട്. കജോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക, പുകഴ്ത്തി വശീകരിക്കുക. എൻറ്റൈസും പെർസ്വേഡും ഒക്കെ എങ്ങനെയാണ് വശീകരിക്കുക, പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ കജോൾ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിനിമാ നടി കജോളിനെ വിചാരിക്കുക. കജോൾ പുള്ളിക്കാരിനെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ഭയങ്കര പുകഴ്ത്തിക്കൊണ്ട് കുറേ പറഞ്ഞു. വന്നിരുന്ന് കഴിയുമ്പോൾ മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, പുകഴ്ത്തി കുറേ പറഞ്ഞു, പുകഴ്ത്തി വശീകരിച്ച് എൻ്റെ അടുത്ത് ഇരുത്തി. ആരെ? കജോളിനെ. അടുത്താണ് എൻകംബ്രൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡൻ, ഒബ്സ്റ്റക്കിൾ, തടസ്സം എന്നൊക്കെ പറയാം. എൻകംബ്രൻസ്, തടസ്സം, ബാധ്യത ഒക്കെ പറയാം. എൻകംബ്രൻസിന് പകരം എൻ്റെ കുമ്പ ഭയങ്കര ബേർഡനാണ്, എവിടെ ചെന്നാലും തടസ്സമാണ്, അത് വയറ് തട്ടിയിട്ട് നടക്കാൻ മേല, എന്ത് ചെയ്യുന്നതിന് ഭയങ്കര തടസ്സമാണ്, ഭയങ്കര ബേർഡനാണ്, ബാധ്യതയാണ് എന്ന് ഓർക്കാം. എൻകംബ്രൻസ്, എൻ്റെ കുമ്പ, ബേർഡൻ, ഒബ്സ്റ്റക്കിൾ. ഓക്കെ, അടുത്ത വേർഡാണ് അലാക്രിറ്റി, വില്ലിങ്നെസ്. അപ്പോൾ എന്നും അലാം വെക്കുന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞില്ല. അലാക്രിറ്റി എന്ന് വെച്ചാൽ ഉത്സാഹം, പൂർണ്ണ സന്നദ്ധത. അപ്പം അലാം എന്നും ഞാൻ വെക്കും, അടിക്കും, ഓഫ് ചെയ്യും, കിടന്നോളും. അപ്പം എണീക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ്, നിങ്ങളുടെ ഫോണിൽ അലാം വെക്കും, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയണതാണ്, നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ ആണെങ്കിൽ, എണീക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, പൂർണ്ണ സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അലാം വെക്കുള്ളൂ എന്ന്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർക്കാൻ വഴിയുണ്ടോ അറിയില്ല. അടുത്തത് ചാവനിസം. അതിൻ്റെ സിനോണിം വരുന്ന സീലോട്രി, ജിങ്കോയിസം. ഇങ്ങനെയാണോ വായിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. ചാവനിസത്തിൻ്റെ ഇത് അതിര് കടന്ന ദേശഭക്തി എന്നാണ്, ഭയങ്കരമായിട്ട് രാജ്യസ്നേഹം. ഓക്കെ, സീലട്രി എന്ന് വെച്ച് കഴിഞ്ഞാലോ തീവ്ര ഭക്തനാണ്, ഭയങ്കര ഭക്തിയുള്ള ആളാണ്. ജിങ്കോയിസം, യുദ്ധ തൽപരത. അപ്പോൾ ചാവനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിനോ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനൊക്കെ തയ്യാറായി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആലോചിക്കുന്നതാണ്, രാജ്യത്തിന് വേണ്ടി ചാവാനും മടിയില്ലാത്ത ആൾ. ഓക്കെ, എന്തിനും, അതായത് എന്തിനും മടിയില്ലാത്ത ആൾ, കടലിൽ മുങ്ങാൻ വരെ, സീയിലോട്ട് മുങ്ങാൻ വരെ മടിയില്ലാത്ത ഒരാൾ.
ആ തീവ്രമായുള്ള ആ ദേശീയത യുദ്ധം ചെയ്യാനൊക്കെ ഉള്ള ഇത് ഒരു ജിന്ന് പോലെ കൂടെ കൂടിയതാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. അടുത്ത വേർഡാണ് എക്സെൻട്രിക്. എക്സെൻട്രിക്കിൻ്റെ സിനോണിം ഇഡിയോസിൻക്രാറ്റിക്. ഇഡിയോ എന്നാണ് ഐഡിയോ എന്ന് അറിയത്തില്ല, എന്താണെങ്കിലും അതാണ് അതിൻ്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ വിചിത്ര സ്വഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സവിശേഷ സ്വഭാവം എന്നൊക്കെ പറയാം. അപ്പം എക്സെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി എക്സെൻട്രിക് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്ത് വന്ന ഒരാളുടെ അയാൾക്ക് നല്ല ഇടിയൊക്കെ കിട്ടിയിട്ട് തന്നെ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്ത് വരുന്നത് അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ വിചിത്രമായ സ്വഭാവമായിരിക്കും പുറത്ത് വരുന്നത്. അങ്ങനെ ഓർത്തിരിക്കാം. അടുത്തത് പെജറേറ്റീവ്, ഡെറിഗേറ്ററി. പെജറേറ്റീവിൻ്റെ അർത്ഥം വരുന്ന ആക്ഷേപ രീതിയിലുള്ള അപകീർത്തികരമായ, ഡെറിഗേറ്ററി അപകീർത്തിപ്പെടുത്തുന്ന. അതിന് ഇതുവരെ ഒന്നും കണക്ട് ചെയ്യാനൊന്നും കിട്ടില്ല. പ്രചോദനം, ആക്ഷേപം, പ്രചോദനം. അടുത്തത് സെസ്ക്വിപ്പെഡലിയൻ. സെസ്ക്വിപ്പെഡലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോമ്പസ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. സെസ്ക്വിപ്പെഡലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം പറയുന്ന ആള്. പോമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം പറയുന്ന പോമ്പസ് ലാംഗ്വേജ് പൊങ്ങച്ചം പറയും. അപ്പം സെസ്ക്വിപ്പെഡലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം പറയുന്നത് കേട്ട് 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 എൻ്റെ പെടലി ധരിച്ചു പോയി എന്നർത്ഥം. പെടലി, സെസ്ക്വിപ്പെഡലിയൻ. അടുത്ത വേർഡാണ് അപ്പാരൻറ്റ്. അപ്പാരൻറ്റിൻ്റെ സിനോണിം വരുന്ന ഓപ്വൈസ് ആണ്. അപ്പാരൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ, പ്രത്യക്ഷമായ. ഓപ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്വൈസിന് ഓപ്പോസിറ്റ് ഉള്ള അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പാരൻറ്റ് ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് കൊടുക്കുകയാണ്. അടുത്ത വേർഡ് ഡിസീൽഡ്. ഡിസീൽഡ് അൺടൈഡി എന്നാണ് സിനോണിം. അടുത്ത ഡിസീൽഡ് അൺടൈഡി എന്ന് പറഞ്ഞാൽ, അതായത് അൺടൈഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ലാത്ത. ഡിസീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കിയ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിന് ഡിഷ് എടുക്കാം. ഡിഷ് അൺടൈഡി. ഇപ്പം എന്താ മനസ്സിലാക്കാം, പാത്രം കഴുകാനുള്ള സാധനങ്ങൾ ഡിഷിൽ എല്ലാം അഴുക്കാണ്, ഫുൾ അഴുക്കായിട്ട് കിടക്കുകയാണ്. പാത്രം ഒന്നും കഴുകാത്തത് കൊണ്ട് എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഡിഷൊക്കെ ഡിഷ് അൺടൈഡി. അടുത്ത വേർഡാണ് സ്റ്റൈമി. സ്റ്റൈമീൻ്റെ സിനോണിം വരുന്നത് ഇംപെഡ്, ഹിൻഡർ എന്നൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൈലായിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഇറങ്ങിയായിരുന്നു. അമ്മ ഇവിടെ വാടി, അവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട്, എന്താണ് അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് മര്യാദയ്ക്ക് ചുരിദാർ പാൻറ്റ് ഷാളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറയും. സ്റ്റൈലായിട്ട് ഞാൻ സ്റ്റൈലായിട്ട് ഇറങ്ങുമ്പോൾ ഇംപെടി ഇവിടെ വാടി എന്ന് പറഞ്ഞ് അമ്മ പിടിച്ചിട്ട് ഹിന്ദിക്കാരുണ്ടെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പറയും. സ്റ്റൈമീൻ്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നൊക്കെയാണ്. മുടക്കുക, മുടക്കുക. ചിലപ്പോൾ പോക്ക് മുടക്കും, എപ്പോഴും അങ്ങനെയാണ്, തടയുക. അടുത്ത വേർഡാണ് വിൻഡിക്റ്റീവ്. വിൻഡിക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവെഞ്ച്ഫുൾ എന്നാണ് അതിൻ്റെ സിനോണിം. ഓക്കെ, അതിന് ഞാൻ വിൻഡിക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാരശീലമുള്ള, റിവെഞ്ച്, പ്രതികാരം ചെയ്യാൻ. ഞാൻ ഓർത്തിരിക്കുന്നത് റിവെഞ്ചിന് പകരം അവഞ്ചർ അങ്ങനെ വേണ്ട. ഓക്കെ, വിൻഡിക്റ്റീവിന് പകരം ഇൻഡിക്കേറ്റർ, രണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു വണ്ടി പോവാണ്, ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ ക്രോസ് ചെയ്ത് വട്ടം വെച്ച് നിർത്തി, റിവെഞ്ച്, പ്രതികാരം ചെയ്യാൻ വേണ്ടി. രണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി സ്പീഡിൽ പോയിട്ട്, നമുക്ക് സിനിമയിലൊക്കെ കാണുമ്പോൾ സ്പീഡിൽ പോയിട്ട് ക്രോസ് ചെയ്ത് നിർത്തുന്നു, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത വേർഡാണ് ഡിസ്കണ്ടന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയില്ലാത്ത, അസന്തുഷ്ടൻ എന്നൊക്കെ പറയും. ഡിസ്കണ്ടന്റ്. യൂട്യൂബിലൊക്കെ എത്ര കണ്ടന്റ് ഇട്ടാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഡിസ്കണ്ടന്റ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അങ്ങനെ ഓർക്കാം. അടുത്ത വേർഡാണ് സ്പൊറാഡിക്. സ്പൊറാഡിക്കിൻ്റെ സിനോണിമാണ് ഇൻഫ്രീക്വൻറ്റ്. സ്പൊറാഡിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങിങ്ങായി സംഭവിക്കുന്ന, മൊത്തത്തിൽ പരക്കുന്നതല്ല, എപ്പിഡമിക് ഒക്കെ പോലെ പരക്കുന്നതല്ല, സ്പൊറാഡിക്കാണ്, അങ്ങിങ്ങായിട്ട്, ഇൻഫ്രീക്വൻ്റ് ആയിട്ട്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള. സ്പോർ എന്ന് പറയുന്നത് ഓട്ടകളല്ലേ, സ്പോഞ്ചിൻ്റെ സ്പോർസ്, അങ്ങിങ്ങായിട്ടൊക്കെ, ഇൻഫ്രീക്വൻ്റ് ആയിട്ട്. അടുത്ത വേർഡാണ് ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ്റെ സിനോണിം വരുന്നത് അണ്ടർ കവർ എന്നാണ് സിനോണിം. ക്ലാൻഡസ്റ്റൈൻ്റെ മീനിങ് രഹസ്യമായ എന്നാണ്. അപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻഡസ്റ്റൈൻ എന്നാണ് ഓർമ്മ വരുന്നത്, എന്തോ ഒരു ഇൻഡസ്റ്റൈൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രഹസ്യമായ ഒരു ഇൻഡസ്റ്റൈനാണ്, ശരീരത്തിൻ്റെ അകത്തെ ഒരു രഹസ്യമായ അറയാണ് എന്നൊക്കെ പറയാം. അണ്ടർ കവർ, മൂടിയിട്ട ഒരു രഹസ്യമായ അറയാണ് ക്ലാൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈൻ. അടുത്ത വേർഡാണ് സീലോട്ട്. സീലോട്ടിൻ്റെ മീനിങ് സിനോണിം വരുന്ന ഫനാറ്റിക്കാണ്. സീലോട്ട് നമ്മൾ നേരത്തെ നോക്കിയാലും തീവ്ര മതഭ്രാന്തുള്ള ആൾ, സീലോട്ട് എടുത്ത് ചാടാനും മടിയില്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയായിരുന്നു.
അപ്പം അവിടെ നമ്മൾ മതഭ്രാന്തൻ പഠിച്ചു എങ്കിലും ഇവിടെ നമ്മൾ ഭ്രാന്ത് മാത്രം എടുക്കുക. അപ്പം ഈ ചൂടത്ത് ഫാൻ ഇല്ലാതെ ഭ്രാന്ത് പിടിച്ച് സീലോട്ട് എടുത്ത് ചാടി. ഫാൻ ഇല്ലാതെ കറണ്ട് പോയിട്ട് ഫാൻ ഇല്ലാത്തത് കൊണ്ട് ചൂടെടുത്തിട്ട് സീലോട്ട് എടുത്ത് ചാടി. അടുത്ത വേർഡാണ് അബീസ്മാൾ. അത് ഹൊറിഫൈ എന്നാണ്. അബീസ്മാൾ എന്ന് വെച്ചാൽ അങ്ങേറ്റം ചീത്തയായ, ഹൊറിഫൈ പേടിപ്പിക്കുന്ന എന്നൊക്കെയാണ്. അപ്പോൾ ലുലുമാൾ പോലെയൊന്നുമല്ല അബീസ് മാൾ എന്ന് പറയുന്നത്. ലുലുമാളൊന്നുമില്ല, അബീസ് മാൾ ലുലുമാൾ പോലത്തെ ഒരു മാളാണ്. പക്ഷെ അവിടുത്തെ സാധനങ്ങളൊക്കെ ചീത്തയാണ്, കൊള്ളില്ലാത്ത സാധനങ്ങളാണ്. ഹൊറിഫൈ, പേടിപ്പിക്കുന്ന വിലയും. അടുത്ത വേർഡാണ് അഡേജ്. അഡേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിം വരുന്നത് പ്രോവർബ് എന്നാണ്, പഴഞ്ചൊല്ല്. അഡേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴഞ്ചൊല്ല്. പണ്ടത്തെ ആൾക്കാരൊക്കെ എപ്പോഴും ഓൾഡ് അഡേജ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഓരോ പഴഞ്ചൊല്ല് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും പഴഞ്ചൊല്ല് വെച്ചിട്ടായിരിക്കും. അത് എന്നാ മിക്കവാറും കേൾക്കാറുള്ള കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ഒക്കെയാണ് എൻ്റെ കാരണവന്മാരുടെ കാരണവന്മാരെ അമ്മയൊക്കെ പറയാറുള്ളത്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, അവസാനം കുത്തിയും പഠിക്കുമ്പോൾ പറയാറുള്ള പഴഞ്ചൊല്ല്. അഡേജ് ഓൾഡ് ഏജുകാരൊക്കെ എപ്പോഴും പഴഞ്ചൊല്ലിലൂടെ ആയിരിക്കും പറയുന്നത്. അടുത്തത് കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ്. കൺസെൻറ്റ് എന്ന് വെച്ചാൽ എന്താ നോക്കില്ല, എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ കൺസെൻറ്റ് എഴുതി തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. കൺസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതപത്രം ഒപ്പിട്ട് തന്നാലേ എഴുതാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ കൺസെൻറ്റ് എന്നാണ് അത് പറയുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെൻസസ് ആണ്. കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമ്മതമാണ്. അപ്പോൾ സെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ഉള്ള സാധനം. സെൻസസിൻ്റെ സ്പെല്ലിങ് SENSUS ആണ് ഇതിൻ്റെ കൺസെൻസസിൻ്റെ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ പൊതുസമ്മതം, എഗ്രിമെൻറ്റ്. അടുത്ത വേർഡ് ഇംപെഡിമെൻറ്റ്, ഡിഫക്റ്റ് അല്ലെങ്കിൽ ബാരിയർ എന്നാണ്. തടസ്സം. ഇംപെഡിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം. എന്തെങ്കിലും ഫാനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിൽ പൊടി കയറി. പെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയിൽ കിടന്നു, പൊടിയിലായതുകൊണ്ട് അത് കറങ്ങുന്നില്ല. ഫാനാണെന്ന് വിചാരിച്ചു, ഫാൻ പൊടിയിൽ വീണതുകൊണ്ട് കറങ്ങുന്നില്ല, അതിന് ഡിഫക്റ്റായി, കേടായി, അത് കറങ്ങാതെ എന്തോ തടസ്സങ്ങൾക്ക് വന്നു. ഇംപെഡിമെൻറ്റ്, പൊടിയിൽ വീണതുകൊണ്ട്. അടുത്ത വേർഡാണ് ഷാക്കിൾ. ഷാക്കിളിൻ്റെ സിനോണിം വരുന്നത് ബോണ്ടേജ്. ഷാക്കിളിന് ഒന്നെങ്കിൽ ഷാക്കുകൾ ഉണ്ടാവില്ലേ, ഈ ചില ബീച്ച് സൈഡിലൊക്കെ ഷാക്ക് ഉണ്ടാവില്ലേ, ആ ഷാക്കിൽ ഒരു പ്രത്യേക തരം ബോണ്ട കിട്ടുന്നതാണ് ബോണ്ടേജ്. അർത്ഥം എന്താ? ബന്ധനം എന്നാണ്. ബോണ്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടങ്കൽ, ഷാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനം. ഒന്നെങ്കിൽ ഷാക്കിലൊക്കെ ബോണ്ട, ആ പ്രത്യേക തരം ബോണ്ട കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം വന്നു അവരെ ബന്ധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായി തടങ്കലിലാക്കി. ബോണ്ടേജ്, ഷാക്കിൾ, ബോണ്ടേജ്. അടുത്ത വേർഡ് ഇന്നേറ്റ് ആണ്. ഇന്നേറ്റിൻ്റെ സിനോണിം വരുന്നത് ഇൻഹെറൻ്റ് ആണ്. ഇൻഹെറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുണ്ട്. ഇന്നേറ്റ്, ജന്മനാ കിട്ടുന്ന. ഇന്നേറ്റ്, ജന്മനാ കിട്ടുന്ന, ഇൻബോൺ ആയിട്ട്, ജന്മസിദ്ധമായി. അടുത്ത വേർഡാണ് അഡമൻറ്റ്. അഡമൻറ്റ് എന്ന് വെച്ചാൽ സ്റ്റബോൺ. ഇതിനെ കടുത്ത ബുദ്ധിയുള്ള, സ്റ്റബോൺ ആയിട്ടുള്ള ആൾ, കടുപ്പമുള്ള, വഴങ്ങാത്ത, ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. അഡമൻറ്റിന് നമുക്ക് ഓർത്തിരിക്കാം, അട മോനെ, ആവേശത്തിൽ പറയുന്നത് അട മോനെ, അട മോനെ. ആ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കടുപ്പമുള്ളതാണ്. അയാൾ പറയുന്നത് പോലെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്. തല്ലാൻ പോകണോ എന്ന് വെച്ചാൽ തല്ലണം, പിന്നെ എന്താ അവസാനമൊക്കെ അപ്പോൾ വിചാരിക്കുന്നിടത്ത് കാര്യം നിൽക്കണമല്ലോ. സ്റ്റബോൺ ആയിട്ടുള്ള ഒരാളാണ് അഡമറ്റ്, സ്റ്റബോൺ. രംഗൺ ഓർക്കാൻ പറ്റില്ല. അടുത്ത വേർഡാണ് അലേ. അലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിം വരുന്നത് റിലീവ് ആണ്. റിലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കുക. LIEVE, റിലീവ്, ആശ്വസിപ്പിക്കുക. അലേ, ആശ്വസിപ്പിക്കുക. അപ്പോൾ ഒരു ലീവ് കഴിഞ്ഞു, രണ്ടാമത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലീവ് കഴിഞ്ഞു, പിന്നെയും ലീവിൻ്റെ ആവശ്യം വന്നു, ചോദിച്ചു കഴിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കാൻ വരുവാണ്. അതുകൊണ്ടല്ലേ, ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകെ ചോദിച്ചുകൊണ്ടല്ലേ കിട്ടാത്ത അങ്ങനെ ഓർത്തിരിക്കാം. അടുത്ത വേർഡാണ് ഡോണ്ട്ലെസ്. ഡോണ്ട്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേവ്, ധീരനായ. അതായത് ധീരനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഡൗട്ട് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും എന്തും ചെയ്യും. ധൈര്യമുള്ള ആൾക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, പേടിയില്ലല്ലോ. പേടിയില്ലാത്തതുകൊണ്ട് ഡൗട്ടില്ലാതെ, ഡോണ്ട്ലെസ് ആണ്, ഡൗട്ടില്ലാതെ എന്തും ചെയ്യും, ധൈര്യമുള്ള ആളാണ്. അപ്പം ഇത്രയും വേർഡ്സാണ് ഇതിലുള്ളത്. 25ഓളം, 25ആണോ 50ആണോ? 50 തോന്നുന്നു. 50ഓളം വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ലൈഡിൽ നോക്കാം.